കാണാതെ പോയതിനെ തിരഞ്ഞു ചെന്ന് രക്ഷിക്കുവാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നതെന്നൊരു വാക്യമുണ്ട്. കാണാതെ പോയതിനെ ആർക്കും വേണ്ട, പോയത് പോട്ടെ, ഇതാണ് ലോകം പറയുന്നത്. പക്ഷേ യേശു അങ്ങനെയല്ല. കാണാതെ പോയതിൻ്റെ പുറകെ പോയി കണ്ടെത്തുന്നത് വരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് രക്ഷിച്ചെടുക്കുന്ന ഒരു ദൈവമാണുള്ളത്. അതിനെപ്പറ്റി സുവിശേഷങ്ങളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ 3 കഥകളുണ്ട്. അതിൽ ആദ്യത്തേത് ഞാനത് പറയാം. ലൂക്കോസ് 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം തൊട്ട് യേശു ഇങ്ങനെ ജനങ്ങളോട് സംസാരിക്കുമ്പം സാധാരണ ഉപമകളിലൂടെ, അതായത് കൊച്ചു കഥകളിലൂടെയാണ് സംസാരിക്കുന്നത്. സപ്പോസ് ഇങ്ങനെ ഒന്നുണ്ടായിരിക്കട്ടെ, നിങ്ങൾ അതിനെ എങ്ങനെ കാണും, അല്ലെങ്കിൽ നിങ്ങളതിനെ എങ്ങനെ മനസ്സിലാക്കും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം 4-ാം വാക്യം, നിങ്ങൾക്ക് ഒരു ആൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. എന്ത് ലളിതമായിട്ടാണ് യേശു പറയുന്നത്. നിങ്ങൾക്ക് ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അന്നത്തെ കാലത്ത് ഈ ആട്ടിടയന്മാരും ആടുകളൊക്കെ സാധാരണ കാര്യമാണ്. അപ്പം ഒരാൾക്ക് 100 ആടുണ്ടെങ്കിൽ അതിൽ ഒന്നിനെ കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? അപ്പം യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരാട് കാണാതെ പോയാൽ പോട്ടെ, ആ പോയ ആട് ഇച്ചിരി തരികിടയായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി ശല്യമായിരുന്നു, ബാക്കി 99 ഒരു തലവേദനയായിരുന്നു. ഈ പറഞ്ഞാൽ കേൾക്കാത്ത ആട് അതങ്ങ് പോയി കിട്ടിയെങ്കിൽ സന്തോഷം, സാരമില്ല, ദൈവനിശ്ചയം അങ്ങ് എടുക്കാം. അല്ലെങ്കിൽ ഈ മുന്നോട്ട് പോകുമ്പോൾ ഈ 99 ഒരാട് കുട്ടിയിട്ടാൽ പിന്നെ 100ആയി. അപ്പം 100 എണ്ണമാണ് തയ്ക്കേണ്ടതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല. അവിടെ യേശു പറയുന്നത് 99 അവിടെ വിട്ടിട്ട് ആ ഒന്നിനെ തേടിപ്പോയി കണ്ടുകിട്ടിയപ്പം 5-ാം വാക്യത്തിൽ കണ്ടുകിട്ടിയപ്പം സന്തോഷിച്ച്, നമ്മളൊക്കെ ആണെങ്കിൽ കൂട്ടം വിട്ടു പോകുന്ന പിള്ളേരെയൊക്കെ ചെന്ന് കണ്ടുപിടിക്കും, ആദ്യം ചെയ്യുന്നത് നമ്മുടെ ദേഷ്യം തീരുന്നവർ അടി കൊടുക്കും, അല്ലെ കൈ കിട്ടുന്നത് വെച്ച് നമ്മൾ അടിക്കും. ഇതങ്ങനെയല്ല. ഇത്രയും ഈ ഇടയനായിട്ട് ഓടിച്ച ഈ ആടിനെ കണ്ടുകിട്ടിയപ്പം സന്തോഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ചുമലിലെടുത്തു. എന്തിനാണ് ഈ ആടിനെ എടുത്ത് ചുമലിലെടുക്കുന്നത്? അതിൻ്റെ അർത്ഥം സന്തോഷം ശരിക്കും. അതായത് ഈ ആടിപ്പന്നത് കൂട്ടം വിട്ടുപോയി അലഞ്ഞൊലഞ്ഞ് ഈ പറഞ്ഞാൽ ക്ഷീണിച്ചൊക്കെ ആയിരിക്കും വന്നത്. ഉടനെ ആ ആടിനെ ചുമലിലെടുത്തിട്ട് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെ അയൽക്കാരെയും വിളിച്ചു കൂട്ടി അങ്ങ് അനൗൺസ് ചെയ്യുകയാണ്, അങ്ങ് ആഘോഷിക്കുകയാണ്. അന്നൊരു പാർട്ടി നടത്തുകയാണ്. എന്താണ്? കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിക്കും. ഇതാണ് യേശു പറഞ്ഞ ആ കഥ. എന്നിട്ട് എന്താണ് ഇതിൽ കൂടെ യേശു പറഞ്ഞ് സ്ഥാപിക്കുന്നതെന്നറിയാം. 7-ാമത്തെ വാക്യത്തിലുണ്ട്, അങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ 99 മാനസാന്തരം വേണ്ട, അവർ നീതിമാന്മാരാണ്. പക്ഷേ ഈ കാണാതെ പോയത് പാപിയായ ഒരാളാണ്. പക്ഷേ യേശു പറയുന്നു 99 അവിടെ നിൽക്കട്ടെ, പക്ഷേ എൻ്റെ ഹൃദയം ഈ കാണാതെ പോയതിൻ്റെ പുറകെയാണ്. അതുകൊണ്ടാണ് പുറകെ പോയി കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ സന്തോഷിച്ച് ചുമലിലെടുത്തുകൊണ്ട് വന്നു. ഒരു ലജ്ജയും കൂടാതെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ആ സന്തോഷം അങ്ങ് പങ്കിടുകയാണ്. നിങ്ങളും വന്ന് എൻ്റെ കൂടെ സന്തോഷിക്കുക. കാര്യം ഈ ഒരാട് കാണാതെ പോയി കണ്ടുകിട്ടി. ദൈവത്തിൻ്റെ മനസ്സിലാണ്. ഒരാൾ പോലും കാണാതെ പോയി. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.